അയ്യങ്കാളി ഒരു വശത്ത്, നാരായണഗുരു വേറെ വശത്ത്, കുറ്റിപ്പുറത്ത് കൃഷ്ണപിള്ള വേറെ വശത്ത്, മന്നത്ത് പത്മനാഭൻ വേറെ വശത്ത്. മന്നത്ത് പത്മനാഭനാണല്ലോ വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി ഈ സവർണ ഹിന്ദുക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തിയത്, ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയ ആളാരാ? മന്നമാണ്. തന്റെ വീട്ടിലേക്ക് സമ്മതത്തിന് വന്ന തിരുമേനിയുടെ ചൂട്ട് ഒടിച്ച് ഓടിച്ച് കിണ്ടിയിലെ വെള്ളം വലിച്ചെറിഞ്ഞ് ഓടിച്ചതാണ് മന്നമാണ്. ആദ്യമായി നായ സ്ത്രീകളോട് റൗക്ക ധരിക്കാൻ പറഞ്ഞതാരാ? മന്നമാണ്. നിങ്ങളേതെങ്കിലും നമ്പൂരി ഇല്ലങ്ങളിലെ അടിമകളല്ല. നിങ്ങളേതെങ്കിലും നമ്പൂരിയുടെ തൊഴുത്ത് കഴുകേണ്ടവരും അടുക്കളയിൽ ഭക്ഷണം വെക്കേണ്ടവരുമല്ല. നായന്മാരെന്ന് പറഞ്ഞ കർത്തവ്യബോധമുള്ളവരാണ്. വാളെടുത്താൽ യുദ്ധം ചെയ്യാൻ അറിയുന്നവരാണ്. നിങ്ങൾ പ്രിയപ്പെട്ടവരെ പടനായന്മാരാണ് എന്ന് പറഞ്ഞത് സുമാരനായിരുന്നു. അവരൊക്കെ കച്ചവടക്കാരായി മാറി. മന്നം മഹാത്മാഗാന്ധിയും അതേമാതിരി തന്നെ നാരായണഗുരുവും അതേമാതിരി ഈ മറ്റേ മന്നവും ഒരുമിച്ചിരിക്കുന്ന പടം. മന്നം വർക്കല ശിവഗിരി മഠത്തിൽ ചെന്ന് നാരായണഗുരുവിനെങ്ങനെ ചുറ്റും വലം വയ്ക്കുന്നില്ലേ? വലം വയ്ക്കുമ്പോ ഗുരുദേവൻ ചോദിക്കുന്നുണ്ട്, പത്മനാഭൻ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? പത്മനാഭൻ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ വലം വയ്ക്കുന്നത്? അപ്പൊ മന്നം പറഞ്ഞ വാചകം എഴുതി വെച്ചോ നിങ്ങൾ, ഞാൻ എന്റെ ദൈവത്തെ വലം വെച്ചതാണ്. പറയാൻ പറ്റുമോ സുകുമാരന്മാർക്ക്? ഈ ഈഴവനാണ് എന്ന് നിങ്ങൾ ധരിക്കുന്ന ഈ നാരായണ ഗുരുവിനോട് മന്നം കാണിച്ച ഐക്യദാർഢ്യ ബോധം എന്ന് പറഞ്ഞ ചെറുതാണ്. മഹാത്മാഗാന്ധിയുടെ മുമ്പിലിടുന്ന് ഈ നാരായണഗുരുമായി സംസാരിക്കുന്നു. നാരായണഗുരുവിന് സംസ്കൃതം അറിയുമെങ്കിലും നാരായണഗുരുവിന് ഇംഗ്ലീഷും ഹിന്ദിയും കുറവറിയുന്നത് കൊണ്ട് മന്നമല്ലേ ട്രാൻസ്ലേറ്റ്. അവിടെയല്ലേ ആ മൂവാണ്ടം മാവിന്റെ ഇല പറിച്ചിട്ട് എല്ലാ പറയുന്ന ഇലകളും ചുരുണ്ട ഇലയും വലിയ ഇലയും നീളമുള്ള ഇലയും വേറെ വേറെയായി പിടിഞ്ഞ് ഗുരുദേവൻ പറഞ്ഞു, ഇത് ഈ ജാതി വേണ്ടതല്ലേ ഗുരുദേവ എന്ന് മഹാത്മജി ചോദിച്ചു. പ്രവർത്തനം നടക്കണമെങ്കിൽ ജാതി വേണ്ടേ? ഓരോ ജാതിക്കും ഓരോ പ്രത്യേക പണികൾ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ മാവിന്റെ ഇല പറിച്ചിട്ട് ഓരോ ഇലയും പിഴിഞ്ഞിട്ട് കുടിച്ചിട്ട് മറ്റേ മഹാത്മജിക്ക് കൊടുത്തിട്ട് ചോദിക്കും, ഇതിനെല്ലാം ടേസ്റ്റ് ഒന്നാണ്? മഹാത്മജി പറയും ടേസ്റ്റ് ഒന്നാണ്. അപ്പൊ എല്ലാവരും ഒന്നാണ് മഹാത്മജി ബാബുജി. ബോധമുള്ളവൻ ബോധമില്ലാത്തവനെ ചൂഷണം ചെയ്തതാണ് മതം. ബോധമുള്ളവൻ സവർണൻ, അവൻ ബോധമില്ലാത്തവനായ പാവങ്ങളെ പണമില്ലാത്തത് കൊണ്ടാണ്. പണമുണ്ടെങ്കിൽ ആളുകളെ ചൂഷണം ചെയ്യാൻ പറ്റും, ഭൂമിയുണ്ടെങ്കിൽ ചൂഷണം ചെയ്യാൻ പറ്റും. അതാണ് EMS നാരായണഗുരുവിന്റെ മന്ത്രമാണ് ചെയ്തത്. EMS 57 ചെയ്തെന്താ? ഈ ചൂഷണത്തിന് അറുതി വരുത്താൻ പ്രസംഗിച്ചാൽ പോരാന്ന് മനസ്സിലാക്കി. ചൂഷണത്തെ അറുതി വരുത്താൻ പ്രിയപ്പെട്ടവരെ സമരം ചെയ്താൽ മാത്രം പോരാന്ന് മനസ്സിലാക്കി. അവന് വേണം ഒരു 10 സെന്റ്. 10 സെന്റ് കിട്ടിയാൽ മെച്ചം. അവന്റെ വീട്ടിലിരിക്കാൻ തുടങ്ങി. വീട്ടിലിരുന്നാലെന്താ മെച്ചം? അവന് ഓടേണ്ട ഗതിയില്ലാന്ന് വന്നു. മാറടാ എന്ന് നമ്പൂരി പറഞ്ഞപ്പോ മാറാൻ പറ്റില്ല എന്ന് പറയാൻ ധൈര്യം വന്നു. നമ്പൂരി അപ്പോൾ പറഞ്ഞു മാറാ. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ ഇതിനെ മാറണം, ഞാൻ EMS തന്ന ഭൂമിയിൽ, എന്റെ സ്വന്തം ഭൂമിയിൽ. അതെന്താ വരുന്നത്? ജാത്യ വ്യവസ്ഥയുടെ നട്ടൽ എങ്ങനെയാണ് ഒടിയുന്നത്? EMS അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും വിദ്യാഭ്യാസം ബില്ല് കൊണ്ടുവന്നെന്താണ്? നിങ്ങൾക്ക് എന്തും വിൽക്കാം, പക്ഷെ മാത്തമാറ്റിക്സിനും എക്കണോമിക്സിനും വിൽക്കാൻ പറ്റില്ല. എക്കണോമിക്സും മാത്തമാറ്റിക്സും പഠിച്ചവനെ വിൽക്കാൻ പറ്റും. വിദ്യാധനം സർവധനാൽ പ്രധാനമാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം. നാരായണഗുരുവിന്റെ മന്ത്രമാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരമാകണം, സംഘടന കൊണ്ട് ശക്തമാകണം. EMS 57 ചെയ്തത് 10 സെന്റ് ഭൂമി കൊടുത്താൽ അത്താഴപ്പക്ഷിക്കാരുടെ വീട്ടിൽ കൊത്തച്ചക്ക നിൽക്കില്ലാന്ന് EMSന് അറിയാം. എരിയില്ലാത്തവന്റെ 10 സെന്റ് എപ്പോ വേണമെങ്കിൽ വിറ്റുപോകുമെന്നറിയാം. അപ്പൊ അവനെ മകനെ പഠിപ്പിക്കണം. മകനെ പഠിപ്പിക്കാൻ അവന് എന്ത് വേണം? സാർവത്രികവും സൗജന്യമായ വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം നന്നായി നടക്കണമെങ്കിൽ എന്ത് വേണം? അധ്യാപകന് നേരിട്ട് ശമ്പളം കൊടുക്കണം. അധ്യാപകന് പ്രിയപ്പെട്ടവരെ ഫുൾ സംഖ്യ വന്നാലാണ് വിദ്യാർത്ഥികളെ പഠിക്കാൻ കഴിയും. പഴയ അധ്യാപകന്റെ ശമ്പളം എങ്ങനെ? ശമ്പളമൊന്നുമില്ല. ഗോപാലൻ മാഷ് മറ്റേ മാനേജറിന്റെ വീട്ടിൽ പോയി തോട്ടം നനയ്ക്കണം. ഗോപാലൻ മാഷ്, ഗോവിന്ദൻ മാഷോ അടുക്കളയിൽ മീൻ മേടിച്ചു കൊടുക്കും. സുകുമാരൻ മാഷ് എന്ത് ചെയ്യണം? വേറെ എന്തെങ്കിലും ചെയ്യും. ഇവർക്ക് ശമ്പളം ആരാ കൊടുക്കുന്നത്? ഗോപാലൻ 10, സുകുമാരൻ 5, മറ്റോട്ട് ഇതിന്റെ ശമ്പളം. എന്നിട്ടോ വിശന്നിട്ടുള്ള അധ്യാപകര് നല്ല വീട്ടിലെ കുട്ടികളുടെ ചോറും പാത്രം കെട്ടിക്കുന്നു.
വിശന്ന് അധ്യാപകനൊരു പൈസയില്ല, ശമ്പളവും ഇല്ല. അവരെന്താ വലിയ തറവാട്ടിൽ വരുന്ന കുട്ടികളുടെ ചോറും പാത്രം എവിടെ പറ്റണമെന്ന് നോക്കും. വിശന്ന് പൊരിയുമ്പോൾ അതിലൊരു ചോറും പാത്രം എടുത്ത് കുമാന്ന് കഴിക്കും. അധ്യാപകൻ EMS പറഞ്ഞു, ഈ അധ്യാപകന് കുട്ടികളെ മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ കഴിയില്ല എന്നുകൊണ്ടോ അധ്യാപകന് ഏകീകരിച്ച നിയമന ബോധം, അധ്യാപകനെ ഏകീകരിച്ച ശമ്പളം, അവരൊക്കെയാണ് ഒരു DA കുറയുമ്പോഴേക്ക് ചൂടായി പോണത്. ഒരു DA കൊടുത്തു, പക്ഷെ കൊടുക്കാൻ ഇത്തിരി വൈകിയപ്പോഴേക്കോ പോരാട്ടം മുന്നിൽ. ഈ അധ്യാപകന് നേരിട്ടാണ് ശമ്പളം. അധ്യാപകനെ പ്രിയപ്പെട്ടവരെ ഗവൺമെന്റ് ശമ്പളത്തിലേക്ക് വരികയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവര് കുട്ടികൾ പഠിച്ച് 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 മിടുക്കന്മാരായി, കലക്ടറായി, SP ആയി, കമ്മീഷണറായി, അധ്യാപകരായി, പ്രിൻസിപ്പളായി, യൂണിറ്റ് ക്ലർക്കായി, ക്ലർക്കായി. അച്ഛന് സൗകര്യമായി കട്ടിൽ മേടിച്ചു കൊടുത്തു, റേഡിയോ മേടിച്ചു കൊടുത്തു, TV മേടിച്ചു കൊടുത്തു. അവൻ സമൂഹത്തിൽ പ്രിയപ്പെട്ടവരെ ഐഡന്റിറ്റി ഉള്ളവരായി പട്ടികജാതിക്കാരെ മാറ്റിയതാരാണ്? അവരുടെ കാര്യം നിങ്ങളുടെ പഴയ പറഞ്ഞു പോലെ ഈ സ്ത്രീകളെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്നാൽ കുറച്ചു കാലമില്ല, മറ്റത് പറഞ്ഞു പറഞ്ഞ് പാടി എങ്ങനെയാണ് സ്ത്രീകള് ബൈക്കിമെങ്ങനെ പോകുന്നത് ഒന്നും സമൂഹം കണ്ട് അംഗീകരിച്ചിട്ടില്ല. ഒരു ആൺകുട്ടി പെൺകുട്ടിയൊക്കെ പോയാൽ എന്തെങ്കിലും കുട്ടി വീഴുമെന്ന് ധരിക്കുന്നവരാ അല്ലേ? അതാണല്ലോ ലീഗ് പറഞ്ഞു ഒരുമിച്ച് ബെഞ്ചമേരിക്കാൻ പാടില്ല, RSS പറഞ്ഞു ഒരുമിച്ച് ബെഞ്ചമേരിക്കാൻ പാടില്ല ആൺകുട്ടിയും പെൺകുട്ടിയും. പിന്നെ ആരാ? ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു. ഈ കേരളത്തിലെ എല്ലാ മതങ്ങളും ഏതില്ല യോജിച്ചത് ആൺകുട്ടികളും പെൺകുട്ടിയും ഒരേ യൂണിഫോം. അവർക്ക് സിനിമയ്ക്ക് പോയാൽ കുഴപ്പം, ഒരുമിച്ച് ചായ കുടിക്കാൻ പോയ കുഴപ്പം. പറയുന്നത് നാഷണൽ ആൺകുട്ടികളും പെൺകുട്ടികളും ബസ് സ്റ്റോപ്പിലിരുന്ന് വർത്താനം പറഞ്ഞാലോ അതിനേക്കാൾ പ്രശ്നം. പക്ഷെ ആ പെൺകുട്ടിക്ക് സനാതനമായ നൈതികത, ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി എന്നാ വന്നത്? കേരളത്തിൽ പെൺകുട്ടി ഉണ്ടായത് 96-ലാണോ? കേരളത്തിൽ സ്ത്രീ സംഘടന ഉണ്ടായത് 96-ലാണോ? 96-ലെ ജനകീയ ആസൂത്രണം വഴിയാണ് ഈ കേരളീയ സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഏതെങ്കിലും ഒരു പുരുഷന് സ്ത്രീയെ അടിച്ചമർത്താൻ പറ്റും. അതിന് പുരുഷന് ഇത്തിരി കെറുവൊക്കെ ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാരോട്. ഈ കള്ളന്മാർ വന്ന ജനകീയാസൂത്രണം നടപ്പിലാക്കിയുണ്ട് ഇവരൊക്കെ. പക്ഷേ അവള് ബൈക്കോടിക്കുന്നു, അവള് കാര്യങ്ങൾ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ പെൺകുട്ടികളും ചുരുങ്ങിയതിൽ 10,000-ഓ 15,000-ഓ ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോകുന്ന ഇടങ്ങളിൽ ചൂഷണങ്ങൾ വന്നാൽ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു. അവർ പഞ്ചായത്ത് മെമ്പറാകുന്നു, പ്രസിഡന്റാകുന്നു, സഹകരണ സംഘം പ്രസിഡന്റാകുന്നു, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആകുന്നു, AC സെക്രട്ടറി ആകുന്നു. ഇതെന്താ 96-ന് ശേഷം വരുന്നത്? 95-ലില്ലായില്ല. എടോ, ഈ കേരളത്തിലെ സാമൂഹ്യ മാറ്റങ്ങളുടെ മുഴുവൻ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് പുരോഗമന രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണ്. ആ പുരോഗമന രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത കൊണ്ട് എന്താണ്? ആ പുരോഗമന രാഷ്ട്രീയം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ മതാന്തതയും നമ്മളാരും ദൈവശാലി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പൊ ഇവിടെ ഈ 15-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ വൃശ്ചികം തുടങ്ങി. അന്ന് മുതൽ ആരംഭിക്കും ദേശവിള. ഇന്നലെ ഞാൻ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ അവിടെ ഇരിക്കുമ്പോൾ ദേശവിളക്കാർ 5 പേര് ഒരു നോട്ടീസ്. ഞാൻ എന്താ ഓഫീസ്? വിളക്കിന്റെ നോട്ടീസ്. പഴയ ആൾക്കാണെങ്കിൽ എന്താണ്? പഴയകാലത്ത് എങ്ങനെയുണ്ടോ? ഇപ്പൊ ആള് തരാൻ തുടങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ 90% ദൈവവിശ്വാസികളാണ്. നിരീശ്വരവാദികളായ എണ്ണിച്ചുട്ടപ്പം പോരാറ്റാണ്. എനിക്കത് പറയാൻ മടിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ കടുത്ത നിരീശ്വരവാദി. അതുകൊണ്ട് നിങ്ങൾ ആരും നിരീശ്വരവാദിയാവണമെന്ന് യാതൊരു ആവശ്യമില്ല. നിരീശ്വരവാദിയല്ല വിപ്ലവം നടത്തുന്നത്, ഈശ്വരവിശ്വാസി നിരീശ്വരവാദിയും ചേർന്നാണ്. നിരീശ്വരവാദിയാണ് വിപ്ലവം നടത്തുന്നത്. ആ വിപ്ലവം പരാജയപ്പെട്ടെന്ന് ഉറപ്പ്. കാരണം 6 പേരുണ്ടാവും. തന്റെ തൊഴിലിൽ കൃത്യമായി കൂലി കിട്ടാത്തവർ, തന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്തവർ, തന്റെ കമ്പനി അടയപ്പെടുന്നവർ, തന്റെ കമ്പനി സ്വകാര്യവൽക്കരിക്കുമ്പോൾ ജോലി പോകുന്നവർ, നാനാതരത്തിൽ അതിർത്തിവൽക്കരിക്കപ്പെടുന്നവരായ ജനതയും അതേമാതിരി തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന് നടത്തുന്ന വിപ്ലവത്തിന്റെ പേരാണ്. പ്രിയപ്പെട്ടവരെ, വിപ്ലവം എന്ന് പറയുന്നത് പോരാട്ടത്തിന്റെ പേരാണ്. അത് സായുധമായി നടക്കുന്നിടയുണ്ടാകാം, സായുധമല്ലാതെ നടക്കുന്നുണ്ടാകാം. അതിനെ സായുധ വിപ്ലവമെന്നും നമ്മൾ നടത്താൻ പോകുന്ന വിപ്ലവത്തിന്റെ പേര് ജനകീയ ജനാധിപത്യ വിപ്ലവം.
ആ ജനകീയ ജനാധിപത്യ വിപ്ലവം സായുധമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നടത്താൻ പോകുന്ന ജനകീയ ജനാധിപത്യ വിപ്ലവം സായുധ വിപ്ലവമാണോ? അല്ലാതെ പറയാൻ പറ്റില്ല, ആണെന്നും പറയാം. എന്നിട്ട് അങ്ങനത്തെ വിപ്ലവം എന്ന് പറഞ്ഞാലോ ഭരണകൂടം എടുക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമാണ് സായുധവും സായുധമല്ലാതെയുമാകുന്നത്. നിക്കാറോഗയിൽ ഒർട്ടേഗയുടെ ഗവൺമെന്റ് മറ്റേ ഹൂഗോ ഷാവോസിന്റെ ഗവൺമെന്റ് വന്ന് ഭൂരിപക്ഷം നേടിയത് സായുധ വിപ്ലവത്തോടെയല്ല. ചിലിയിൽ അലണ്ടയുടെ ഗവൺമെന്റ് വന്നത് സായുധ വിപ്ലവത്തോടെയല്ല. പ്രിയപ്പെട്ടവരെ, നേരത്തെ ശ്രീലങ്കയിൽ സായുധ വിപ്ലവം നടത്തിയപ്പോ അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. എന്നാൽ പാർലമെന്ററി വിപ്ലവം നടത്തിയപ്പോ അധികാരത്തിൽ വന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ രാജ്യത്തിനും ഓരോ രീതിയുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ രീതി അനുസരിച്ചിന്റെ പേരാ ജനകീയ ജനാധിപത്യ വിപ്ലവം. ആ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന്റെ നേതാവ് തൊഴിലാളിയും കൃഷിക്കാരനുമാണ്. ഈ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൽ ഇന്ത്യയിലെ 90% ആളുകൾക്കും ചേരാം. പെറ്റിബൂർഷ്വാസിക്കിടക്കത്തെ പുസ്തക വിരുദ്ധ സാമ്രാജ്യ വിരുദ്ധ നാടുവാഴ്ച സമരം. അവിടെ ഈശ്വര വിശ്വാസത്തിനും വിശ്വാസമില്ലായ്മയുടെ പ്രശ്നമില്ല. അതാ ഞാൻ പറഞ്ഞത്, ദേശവിളക്ക് വരുമ്പോ അതിന്റെ കെട്ട് നിറയ്ക്കുന്ന ആള് പാർട്ടി LCF പറഞ്ഞു. കെട്ട് നിറയ്ക്കുന്ന ആൾ LCF മെമ്പർ. കന്നി അയ്യപ്പൻ ഇവിടെ പഞ്ചായത്ത് ജോലി അയ്യപ്പോ പറഞ്ഞു പോകുന്ന 99% ശബരിമലയിൽ കമ്മ്യൂണിസ്റ്റ് തുള്ളുന്ന ആളുകൾ. ദേവിയായിട്ട് തുള്ളുന്നവൻ അല്ലെങ്കിൽ LCF, മറ്റേതായിട്ട് തുള്ളുന്നവരോ മറ്റേ ശിവനാക്കി എല്ലാവരും. ഇവിടെ പ്രിയപ്പെട്ടവരെ, മതവിശ്വാസികളാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൂടുതൽ. മതവിശ്വാസികളിൽ തന്നെ ഹിന്ദു മതവിശ്വാസികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൂടുതൽ. ഹിന്ദു മതവിശ്വാസികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൂടുതൽ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദു പാർട്ടിയാകുന്നില്ല, പകരമോ എല്ലാ വിഭാഗങ്ങളിലുമുള്ള സാധാരണക്കാരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവിടെ ഏത് വിശ്വാസമായാലും ഞങ്ങൾക്ക് എന്താ കുഴപ്പം? പണ്ടൊക്കെ ഞാൻ പ്രസംഗിക്കാനൊക്കെ പോകുന്ന സമയത്ത് പ്രസംഗത്തിൽ ഹരമായിരുന്നൊരു കാലമുണ്ട്. ഇപ്പൊ ഹരമല്ല, ഒരു ബാധ്യതയും ചുമതലയും. ആ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ നടന്ന് പ്രസംഗിക്കുന്ന പാടില്ല. അതിങ്ങനെ ഒരു സൗകര്യം, വാഹന സൗകര്യമൊന്നുമില്ല. ഒരു ബിജു എന്ന് പറയുന്ന ഒരു തടിയം ബിജുവിന്റെ കാറിലാണ്, അത് ശെൽവനോർമ്മ തടിയം. ആ കാറിലാണ്. ആ കാറ് കണ്ടാൽ കൈലാസം പുറത്തും, കാരണം പുകയും പുകളും വെച്ചാൽ അതിന്റെ പൊടിയൊക്കെയായി. ആ കാറിൽ പോകുമ്പോൾ തൃശ്ശൂർ ചേർപ്പിലൊരു പൊതുയോഗം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തൃശ്ശൂർ പടിഞ്ഞാറക്കോട്ടയിൽ പൊതുയോഗം എത്താമെന്ന് പറഞ്ഞ് പോവാണ്. പക്ഷേ കുറുക്കഞ്ചേരി ചെന്നപ്പോ പോയി. അവിടെ കാവടിയാട്ടം നടക്കുമ്പോ ബിജു പറഞ്ഞു, ഇനി ഒരു ഇഞ്ച് പോകാൻ പറ്റില്ല സാർ. രക്ഷയില്ലാതെ വിഷമിച്ച് മനസ്സിൽ രണ്ട് തെറിയും പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭദ്രകാളി തുള്ളി വന്ന് അങ്ങനെ പൊട്ടിയിട്ട് ഞാനാണ് സുമാരൻ ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങളെ മതവിശ്വാസത്തിൽ നിന്ന് അകറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അകറ്റാൻ പറ്റിയിട്ട് വേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ അകറ്റാൻ തീരുമാനിച്ചിട്ടേയില്ല. നിങ്ങളാണ് RSS യഥാർത്ഥത്തിൽ മതവിശ്വാസത്തിനെതിരായത്. നിങ്ങളെ ദൈവത്തെക്കാൾ വലുതാണ് നിങ്ങളെന്ന് കരുതിയാൽ നിങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ടോ? പൂരം കലക്കാൻ, ഹിന്ദുവിന്റെ പൂരം കലക്കാൻ പോകുന്നതിന് പിന്നെ ഹിന്ദുവിനുള്ളത് തന്നെ. മുസ്ലിം പള്ളിയിലെ പെരുന്നാൾ തകർക്കാൻ പോയതല്ല, ക്രിസ്ത്യൻ പള്ളിയുടെ കുർബാന തകർക്കാൻ പോയതല്ല. തകർക്കാനൊന്നും പറ്റിയില്ല, വെടിക്കെട്ടിത്തിരിയാരം വയ്യെന്ന് മാത്രമാണ്. അതാ പോലീസുകാരുടെ ബുദ്ധി എന്ന് പറയുന്നത്. എന്നാൽ തകർക്കാൻ തീരുമാനിച്ചല്ലോ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ലോകമണ്ഡലം. ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, ക്ഷമിക്കണ MP ആണ്. ഞാൻ ഇതുവരെ വിചാരിച്ചത് ലോകത്തെ ഏറ്റവും വലിയ മണ്ഡലം ഭീമൻ രഘുവാണ്. ഇയാൾക്ക് ആ മത്സരത്തിൽ ഇയാൾക്ക് ഒരു മാർക്കിന് സ്വർണ്ണ മെഡൽ കിട്ടും. എന്തൊക്കെയാണ് കാണിക്കുന്നത്? നിങ്ങളെ കാണിക്കും. നിങ്ങൾ മലയാളിയല്ലേ?